പ്രപഞ്ചത്തിലുള്ള അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നോക്കിയിട്ട് അല്ലാഹു റബ്ബി വീണ്ടും ഖുർആൻ ചോദിക്കുകയാണ് വഇലൽ ജിബാലി കൈഫ നുസിബത്. നിങ്ങൾ കണ്ണ് താഴോട്ട് വരുമ്പോൾ നിങ്ങൾ കാണുന്ന മനോഹരമായ പർവ്വതങ്ങളില്ലേ, ആ പർവ്വതങ്ങളുടെ അത്ഭുതങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? വൽ ജിബാല ഔതാദാ. ജോഗ്രഫി പഠിക്കുന്ന ആളുകൾ ആ ജോഗ്രഫിയിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പർവ്വതങ്ങളുടെ രഹസ്യങ്ങളിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്ന കാലമാണ്. അള്ളാഹുവിന്റെ ചോദ്യം, നിങ്ങൾ ഈ പർവ്വതങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ അത്ഭുതങ്ങളിലേക്ക് മനസ്സ് കൊണ്ടുപോകണം. വീണ്ടും ഖുർആനിന്റെ ചോദ്യം, വഇലൽ അർളി കൈഫ സുതിഹത്. നിങ്ങളുടെ ഈ വിശാലമായ ഭൂമി, ആ ഭൂമിയിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ്. സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്, അഅൻതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ. മനുഷ്യരെ, നിങ്ങൾ ഭൂമിയിൽ വിത്ത് വിതച്ചു കഴിഞ്ഞാൽ ആ വിതക്കുന്ന വിത്ത് മുഴുവനും മുളപ്പിക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടോ? അഅൻതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ. ഒരു തെങ്ങിൽ നിന്ന് 20 തേങ്ങ എടുത്ത് തൈക്കിട്ടുകൊണ്ട് ആ 20 തേങ്ങയും അത് പിന്നീട് 10 മുളച്ച് തെങ്ങായി മാറിയാൽ ആ 10 തെങ്ങിനും 10 സ്വഭാവമാണ്. ഇവിടത്തെ കാർഷിക മേഖലകൾക്ക് ഡിപ്പാർട്ട്മെന്റിന് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ആരുടെ നിയന്ത്രണമാണ്? അല്ലാഹു ചോദിക്കുകയാണ്, അഅൻതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ. എത്ര സ്ഥലങ്ങളാണ് ചോദ്യങ്ങൾ തുടരുന്നത്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ മനുഷ്യരെ? എത്ര അത്ഭുതകരമായിട്ടാണ് നിങ്ങൾ ഭൂമിയിൽ താഴോട്ട് കുഴിയെടുക്കുമ്പോൾ ശുദ്ധമായ വെള്ളം കിട്ടുന്നത്. ഇവിടുന്ന് കുറച്ച് നിങ്ങൾ അങ്ങോട്ട് യാത്ര പോയാൽ താമരശ്ശേരി ചുരത്തിന്റെ 4ാമത്തെ വളവിൽ നിന്ന് വലതുഭാഗത്തോട്ടൊന്ന് ചുറ്റിയിട്ട് മലയുടെ മുകളിൽ കയറിയാൽ അവിടുത്തെ വീട്ടുകാർക്ക് കിണർ ആവശ്യമില്ല. അവിടുത്തെ വീടുകളിൽ എപ്പോഴും 24 അവർ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ശുദ്ധമായ വെള്ളം. അവിടുത്തെ പള്ളിയിൽ പോയപ്പോ ആ പള്ളിയിലെ ഹൗദ് എപ്പോഴും ഇങ്ങനെ ഒഴുകി നിറഞ്ഞൊഴുകുന്നത് കണ്ടു. ഏറ്റവും നല്ല ചൂടുകാലത്തും തണുപ്പ് കാലത്തും വെള്ളമാണ്. അന്വേഷിച്ചപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാരനായ സുഹൃത്തു പറഞ്ഞു, മലമുകളിൽ നിന്നൊരു പൈപ്പിലൂടെ വെള്ളം വരികയാണ്. ആ വെള്ളത്തിന് ഒരാളുടെയും നിയന്ത്രണങ്ങളില്ല. മലയുടെ മുകളിൽ നിന്ന് മനുഷ്യന് വെള്ളം കൊടുക്കുന്ന റബ്ബ് താഴെയുള്ളവർക്ക് മലയിൽ നിന്ന് താഴോട്ട് കുടിച്ചാൽ വെള്ളം കൊടുക്കുന്നു. ഭൂമി എന്തൊരു അത്ഭുതമായ പ്രതിഭാസമാണ്. ആ ഭൂമിയുടെ ഓരോ ഭാഗങ്ങളെയും അല്ലാഹു എത്ര അത്ഭുതകരമായിട്ടാ സംവിധാനിച്ചത്. അതുകൊണ്ട് ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. മനുഷ്യനാവശ്യമുള്ള ഖനി എവിടെയുണ്ട്? മനുഷ്യനാവശ്യമുള്ള പഴങ്ങൾ എവിടെയുണ്ട്? ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, പ്രായമുള്ള ആളുകൾ നമ്മുടെ സദസ്സിലില്ലേ? നമ്മുടെ പഴയകാല ഭക്ഷണങ്ങളായ കിഴങ്ങ് ഭക്ഷണങ്ങളുണ്ടല്ലോ, ചേമ്പും കാവുത്തും ചേനയും ഉണ്ടല്ലോ. ഇതാരാണ് കണ്ടെത്തിയതെന്നറിയോ? ഭൂമിയുടെ ഉള്ളിൽ മനുഷ്യന് വേണ്ടി സംവിധാനിച്ചവൻ. അതേ, വഇലൽ അർളി കൈഫ സുതിഹത്. നിങ്ങൾ ഭൂമിയെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനത്തെ നല്ല ഫലങ്ങൾ ഭൂമിയുടെ അകത്തും പുറത്തും തന്നവൻ ആരാണ്? എല്ലാറ്റിൻ്റെയും മറുപടി അല്ലാഹു റബ്ബുൽ ആലമീൻ. ഈ
അള്ളാഹുവിനെ മനസ്സിലാക്കലാണ് മനുഷ്യന്റെ ദൗത്യം. മനുഷ്യന് വേണ്ടിയാണ് ഭൂമിയിൽ അള്ളാഹ് എല്ലാം സംവിധാനിച്ചത്. മനുഷ്യന് വേണ്ടിയാണ് ആകാശത്തിൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സംവിധാനിച്ചത്. മനുഷ്യന് വേണ്ടിയാണ് മലകൾ സംവിധാനിച്ചത്. മനുഷ്യന് വേണ്ടിയാണ് കാലാവസ്ഥയുടെ വ്യതിയാനം സംവിധാനിച്ചത്. മനുഷ്യന് വേണ്ടിയാണ് സമുദ്രം സംവിധാനിച്ചത്. മനുഷ്യന് വേണ്ടിയാണ് സമുദ്രത്തിലൂടെ ഓടുന്ന കപ്പൽ സംവിധാനിച്ചത്. മനുഷ്യന് വേണ്ടിയാണ് ബോട്ടുകൾ സംവിധാനിച്ചത്. മനുഷ്യന് വേണ്ടിയാണ് പറവകളെ പറത്തിയിട്ട് ആ പറവകളുടെ പറക്കൽ നിന്ന് മനുഷ്യൻ ഫ്ലൈറ്റിലേക്ക് ഇറങ്ങിയില്ലേ? അവലം യറൗ ഇലത്തൊയ്രി ഫൗഖഹും സ്വാഫാത്തിൻ വയഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. മനുഷ്യ, ആകാശപഥഗംഗയിലൂടെ പറന്നു പോകുന്ന പക്ഷികളെ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. ആ പക്ഷിയുടെ ചിറകുകൾ ഇടക്കിടക്ക് ഇങ്ങനെ അടിക്കുന്നത് കാണാ. അങ്ങനെ അടിക്കുന്ന നിമിഷത്തിൽ എന്തുകൊണ്ടാണ് ആ പക്ഷികൾ താഴോട്ട് വീണു പോവാത്തത്? മായും സികുഹുന്ന റഹ്മാൻ. അല്ലാഹുവിന്റെ നിയന്ത്രണങ്ങളുണ്ട്. ഫ്ലൈറ്റ് പറത്തുന്നവന്റെയും നിയന്ത്രണം അല്ലാഹുവിലാണ്. കപ്പലോട്ടുന്നവന്റെ നിയന്ത്രണം അല്ലാഹുവിലാണ്. അതുകൊണ്ടല്ലേ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലുണ്ടാക്കിയിട്ട് മനുഷ്യൻ അല്ലാഹുവിനെ വെല്ലുവിളിച്ചു. സമുദ്രത്തിന്റെ ഏതു ഭാഗങ്ങളിലും മനോഹരമായി സഞ്ചരിക്കാൻ കഴിയുന്ന ആർഭാടങ്ങളുടെ ലോകം, വലിയ ആസ്വാദനത്തിന്റെ ലോകമായ കപ്പലുണ്ടാക്കിയിട്ട് കടലിലേക്ക് ഇറക്കിയപ്പോ കടലിലുള്ള ചെറിയ മഞ്ഞുമലയിൽ ഇടിച്ചപ്പോഴേക്ക് ഇന്ന് വരെ ആ കപ്പലിൽ സഞ്ചരിച്ചവരുടെ അഡ്രസ് ഇല്ല. മനുഷ്യൻ വികസിച്ചു. ആ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം കാണാൻ വേണ്ടി കോടികൾ മുടക്കിയിട്ട് പോയ മനുഷ്യന് പോലും ഒന്ന് അട്ടഹസിക്കാൻ കഴിയാത്ത രൂപത്തിൽ ആ മനുഷ്യന്റെ പൊടി പോലും ഇല്ലാതെ മനുഷ്യനതാ തകർന്നു പോകുന്നു. അല്ലാഹുവിന്റെ നിയന്ത്രണമുണ്ടെന്ന് ഇടക്കിടക്ക് മനുഷ്യനെ അല്ലാഹ് ബോധ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെ എല്ലാം മനുഷ്യന് വേണ്ടി അല്ലാഹു പഠിച്ചിട്ട് മനുഷ്യനോട് അല്ലാഹു പറഞ്ഞതെന്താ? ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതെല്ലാം തരുന്നവനായ അല്ലാഹുവിനെ റബ്ബായിട്ട് മനസ്സിലാക്കണം. അല്ലാഹുവിനെ അറിഞ്ഞു, ഉൾക്കൊണ്ടു, അതൊന്നും പോരാ. അല്ലാഹുവിനെ റബ്ബായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വിശ്രുതമായ ഹദീസ് സ്വഹാബിമാർ ഉദ്ധരിക്കുന്നത് കാണാം. ഈമാനിന്റെ മധുരം അനുഭവിച്ചവരാണ് ആരെന്നറിയോ? മൻ റളിയ ബില്ലാഹി റബ്ബാ. അല്ലാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണം. അല്ലാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ എന്താണ് സുഹൃത്തുക്കളെ? പരിശുദ്ധ ഖുർആൻ ലോകത്തേക്ക് ഇറങ്ങിയ ആദ്യ വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിങ്ങളെ പടച്ച റബ്ബിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, വായിക്കേണ്ടത്. അവിടെ റബ്ബ് എന്നാ ഉപയോഗിച്ചത്. ആ സൂറ ആയത്ത് 5 ആയത്ത് ഇറങ്ങിയപ്പോ 2 സ്ഥലത്താണ് ഇഖ്റ വറബ്ബുക്കൽ അക്റം. നിങ്ങളുടെ റബ്ബ് മാന്യനാണ്. ഖുർആനിന്റെ ക്രോഡീകരണത്തിലെ 1-ാമത്തെ വചനം ഫാത്തിഹ സൂറത്തിന്റെ ആദ്യത്തെ വചനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ മനുഷ്യ? പറഞ്ഞു അൽഹംദുലില്ലാഹ്. ആർക്കാണ് പറയേണ്ടത്? റബ്ബിനോടാണ് പറയേണ്ടത്. ഖുർആൻ അവസാനിക്കുന്ന ആയത്ത് കണ്ടോ? ഖുൽ അഊദു ബി റബ്ബിൻ നാസ്.
മനുഷ്യരുടെ റബ്ബാണ്. സുബ്ഹാനല്ലാഹ്. ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലാണ് റബ്ബിനെ കുറിച്ച് പറഞ്ഞത് എന്നറിയോ? കാരണം മനുഷ്യൻ അല്ലാഹുവിനെ റബ്ബായി മനസ്സിലാകുമ്പോഴാണ് മനുഷ്യന്റെ ആത്മാവിന് നല്ല ടേസ്റ്റ് ലഭിക്കുന്നത്, ഈമാനിന് നല്ല അഭിരുചി ലഭിക്കുന്നത്. റബ്ബാണെന്ന ബോധം മനുഷ്യന്റെ ഖൽബിൽ ഉണ്ടാവണം, എന്നിട്ട് അത് റബ്ബിനെ ഇഷ്ടപ്പെടണം. അതുകൊണ്ടാ നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ സൂറത്ത് കഴിഞ്ഞ് അൽ ബഖറ സൂറത്ത് തുടങ്ങുന്നത് തന്നെ അതിന്റെ ആമുഖത്തിലെ 20ഓളം വചനങ്ങൾ ആദ്യം മുഅ്മിനീകളുടെ വിശേഷണമാണ്. ഖുർആൻ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. മുഅ്മിനീകളുടെ വിശേഷണം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കാഫിരീങ്ങളുടെ വിശേഷണം പറഞ്ഞു പരിശുദ്ധ ഖുർആൻ. അത് കഴിഞ്ഞതിന്റെ ശേഷം 13 വചനങ്ങളിലായിട്ട് മുനാഫിഖീങ്ങളുടെ വിശേഷണം ഖുർആൻ എണ്ണി പറഞ്ഞു. അങ്ങനെ 20 ആയത്തുകളിലായിട്ട് പരിശുദ്ധമായ ഖുർആൻ കാഫിരീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും മുനാഫിഖീങ്ങളുടെയും വിശേഷണം പറഞ്ഞതിന്റെ ഉടനെ 21ാമത്തെ വചനം, അവിടെയാണ് വിഷയം നിലപാട് തുടങ്ങുന്നത് അല്ലാഹുവിന്റെ. അതിന്റെ മുമ്പ് 3 ലോകത്ത് വന്നതും വരാനിരിക്കുന്നതുമായ എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്താൻ പറ്റുന്ന 3 നിലപാട്. 1 വിശ്വാസി, 2 അവിശ്വാസി, 3 കപട വിശ്വാസി. ഈ 3 സാധന ലോകത്ത് എന്തൊക്കെ വന്നാലും അതിൽ ഉൾപ്പെടുത്താൻ കഴിയും. ഈ 3 വിഭാഗത്തെ പറഞ്ഞതിന്റെ ശേഷം പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ യാ അയ്യുഹന്നാസ്, ഏ മാനവ സമൂഹമേ, മനുഷ്യരെ, ഉബ്ദൂ, നിങ്ങൾ ആരാധന നിർവഹിക്കണേ. ആരാധന നിർവഹിക്കേണ്ടത് ആർക്കാണ്? റബ്ബക്കും, നിങ്ങളുടെ റബ്ബാണെന്നുള്ള ബോധത്തോടെയുള്ള ആരാധനക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. നിങ്ങളുടെ റബ്ബിന് വേണ്ടി നടത്തുന്ന സമർപ്പണത്തിനോളം മനുഷ്യന് സൗന്ദര്യമുള്ള മറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇബാദത്ത് പറഞ്ഞ ഉടനെ തന്നെ ഉബ്ദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. എന്നിട്ടാ പറഞ്ഞത് അല്ലദീ ഖലഖകും, നിങ്ങളെ പടച്ചവൻ ആ റബ്ബാണ് കേട്ടോ. അതുകൊണ്ട് അല്ലാഹുവിനൊരു സൃഷ്ടാവായിട്ട് മാത്രം അംഗീകരിച്ചാൽ പോരാ, അല്ലാഹുവിനെ റാസിഖായിട്ട് നമ്മൾ അംഗീകരിക്കും. ഭക്ഷണം, നല്ല ഭക്ഷണം കിട്ടിയാൽ മാനസികമായിട്ട് സന്തോഷം കൊണ്ട് ചിലപ്പോൾ അൽഹംദുലില്ലാ പറയും. ആ ഹംദ് പോകുന്നത് റാസിഖായ അല്ലാഹുവിനാണ്. അതേ ഖാലിഖായ അല്ലാഹുവിനെ നമ്മൾ ചിലപ്പോൾ ഹംദ് പറയും. അതേ സമയം റബ്ബെന്ന് പറഞ്ഞാൽ തബ്ലീഗു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈആ, ഒരു വസ്തുവിനെ അതിന്റെ സമ്പൂർണതയിലേക്ക് അല്പാൽപമായിട്ട് കൊണ്ടുപോകുന്നതിനാണ് തർബിയത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ റബ്ബ് എനിക്ക് തരുന്നത് മുഴുവനും സ്വീകരിക്കാനും എനിക്ക് തടയുന്നത് മുഴുവനും അതിലും തൃപ്തിപ്പെടാനുമുള്ള മനസ്സിനാണ് അല്ലാഹുവിനെ റബ്ബായിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ ദുആ ഒക്കെ ഖുർആൻ എടുത്തു നോക്കിയാൽ കാന അക്സറു ദുആഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ചെറിയ പ്രായത്തിൽ ഖാദിമായി വന്ന സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബായ തങ്ങളുടെ ദുആഇന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ട ദുആ റബ്ബനാ ആതിനാ, അല്ലാഹുവേ എന്നല്ല റബ്ബന എന്ന് വിളിച്ചുകൊണ്ടുള്ള ദുആ ആണ്. റബ്ബന, എന്റെ റബ്ബാണെന്നുള്ള ബോധത്തോടെയാ ഞാൻ ചോദിക്കുന്നത്. ലോകത്തുള്ള മറ്റൊരൊറ്റ ജീവിക്കുമില്ലാത്ത സുരക്ഷാബോധം നമുക്കുണ്ടാവണം. ലോകത്ത് ഒരു ജീവികളോടും അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിക്കുന്നതിന്റെ മുമ്പ് ഞാൻ നിങ്ങളുടെ റബ്ബാണോ എന്ന ചോദ്യം ഉയർത്തിയിട്ടില്ല. നമ്മൾക്ക് സുരക്ഷാബോധം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ പോലെ ആത്മ
ആത്മീയമായിട്ടും ഭൗതികമായിട്ടും സുരക്ഷ ലഭിക്കുന്ന ഒരാളും ലോകത്തുണ്ടാവില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ സുരക്ഷിതരാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഇതുപോലത്തെ ഒരു രാജ്യത്ത് നമുക്ക് സുരക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയുടെ പൗരനായ ഒരാൾ ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും ഇന്ത്യൻ ഗവൺമെന്റ് നമ്മളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാ. അതുകൊണ്ടാണ് യുക്രൈനിൽ വലിയ കലാപം പുറപ്പെട്ടപ്പോ ഗവൺമെന്റ് അടിയന്തിരമായി ഫ്ലൈറ്റുകൾ പറഞ്ഞയച്ച് അവിടെയുള്ള കുട്ടികളെ മുഴുവനും രാജ്യത്തെത്തിച്ചു. ഇസ്രയേൽ പ്രശ്നം നടന്നപ്പോ അവിടെയുള്ളവരെ രാജ്യത്തെത്തിച്ചു. നമ്മുടെ നാട്ടിൽ ഒരു പുഴയിൽ ഒരാൾ വീണ് കാണാതായാൽ ഉടനെ തന്നെ ഗവൺമെന്റിന്റെ മുഴുവൻ സംവിധാനവും പോലീസും ഫയർഫോഴ്സും എല്ലാ എമർജൻസി ടീമും വന്നിട്ട് എല്ലാ അർത്ഥത്തിലും തെരച്ചിൽ നടത്താണ്. എന്തുകൊണ്ടാ? രാജ്യം നൽകുന്ന സുരക്ഷാ ബോധമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് നൽകുന്ന സുരക്ഷ നോക്കൂ നിങ്ങൾ. മനുഷ്യനെ പടക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു തആല മുഴുവൻ മനുഷ്യന്റെയും ആത്മാവുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അലമുൽ അർവാഹിൽ അല്ലാഹുവിന്റെ ചോദ്യം അലസ്തു ബിറബ്ബികും, ഞാൻ നിങ്ങളുടെ റബ്ബാണെന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്തൊരു അത്ഭുതകരമായ ചോദ്യമാണ്. അലസ്തു ബിറബ്ബികും, നിങ്ങൾക്ക് ഞാൻ സുരക്ഷ നൽകാൻ, നിങ്ങളുടെ രക്ഷിതാവായിട്ട് ഞാനുണ്ടെന്നതിൽ നിങ്ങൾക്ക് വലിയ സംശയമുണ്ടോ? ഉടനെ തന്നെ ഖാലൂ, എല്ലാ ആത്മാക്കളും പറഞ്ഞ മറുപടി ബലാ, പടച്ചവനെ നീ ഞങ്ങളുടെ രക്ഷിതാവാണെന്നതിൽ ഒരു സംശയത്തിനു പോലും സാധ്യതയില്ല. അതുകൊണ്ട് റബ്ബിനെ കുറിച്ചുള്ള ബോധം മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്, റബ്ബനാ ലലംനാ. അൽ-കഹ്ഫ് സൂറത്തിലെ ഗുഹയിൽ അകപ്പെട്ടുപോയ യുവാക്കളുടെ പ്രാർത്ഥന, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മാ. അതുകൊണ്ട് റബ്ബ് എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിക്കുന്നതല്ല നടപ്പാകുന്നത്. അല്ലാഹു തീരുമാനിക്കുന്ന തീരുമാനം, അല്ലാഹു എന്നെ എങ്ങനെയാണോ വളർത്താൻ ഉദ്ദേശിച്ചത് അതിന്റെ കാരണങ്ങളുമായിട്ട് ഞാൻ ബന്ധപ്പെടണോ? പക്ഷേ അതിന്റെ യഥാർത്ഥ രൂപത്തിലുള്ള റിസൾട്ട് ഉണ്ടാക്കുന്നവൻ അല്ലാഹുവാൻ എന്ന ബോധമാണ് റളീതു ബില്ലാഹി റബ്ബാ. അതുകൊണ്ടാണ് മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്ക് അടുക്കും തോറും അവര് ചിന്തിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഹൽ അൻത റാളിൻ അന്നീ. പടച്ചവനെ നിന്നെ കുറിച്ച് ഞാൻ സംതൃപ്തനാണ്, നീ എന്നെ കുറിച്ച് സംതൃപ്തിയിലാണോ എന്നെനിക്കറിയൂല. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം അവിടെയാണ്. വസ്സാബിഖൂന സാബിഖൂൻ, അതേ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ. അവരെ കുറിച്ച് അല്ലാഹ് പറഞ്ഞ സർട്ടിഫിക്കറ്റ് റളിയല്ലാഹു അൻഹും വറളൂ അൻഹു. അവരെ കുറിച്ച് അല്ലാഹു സംതൃപ്തരാണ്, അവരാണെങ്കിലോ അല്ലാഹുവിലും തൃപ്തിയിലാണ്. ഇതാണ് ഇന്ന് ഈ ഉമ്മത്തിന് ആവശ്യമുള്ള ഏറ്റവും വലിയ വിഷയം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആലോചിക്കേണ്ട വിഷയം, ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനം എൻ്റെ റബ്ബിന് ഇഷ്ടമുള്ളതാണോ? എൻ്റെ റബ്ബിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലൊക്കെ സഹിക്കുന്നതിൻ്റെ പേരല്ല ഇഷ്ടപ്പെടല്.
നമ്മുടെ നാവിലൂടെ വരുന്ന പ്രയോഗങ്ങൾ പോലും ആലോചിക്കേണ്ട പ്രയോഗങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് പടച്ചോൻ എന്നോട് അങ്ങനെയൊക്കെ ആയിരിക്കും കരുതുന്നത് എന്ന് പറയുന്നത് ഇഷ്ടപ്പെടലല്ല, അതങ്ങ് കഷ്ടപ്പെട്ട് അംഗീകരിക്കലാണ്. ഇതിനെക്കുറിച്ചല്ലതാഖത്തുൽ ഈമാൻ, ഈമാനിന്റെ രുചിയെന്നു പറഞ്ഞാൽ പടച്ചവനെ നീ എന്ത് ചെയ്താലും എനിക്കതിൽ പരാതിയില്ലല്ലോ, നീ അത് ചെയ്യാൻ അറിയുന്നവനാണല്ലോ അല്ലാഹ്. അതുകൊണ്ടാണ് മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിന്റെ വർഷങ്ങളോളം അവിടെ പഠിച്ച ശിഷ്യനാണ് ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു. കാലങ്ങളോളം പഠിച്ചതിന്റെ ശേഷം ഒരു അസൈൻമെന്റ് കൊടുത്തിട്ട് പുറത്തേക്ക് വിട്ടതാണ് ശിഷ്യനെ. ഒരു വർഷം കഴിഞ്ഞ് ശിഷ്യൻ തിരിച്ചു വന്നപ്പോ ശിഷ്യനോട് ചോദിച്ചു, ഹാത്തമുൽ അസം തങ്ങളോട്, നിങ്ങളെ നാടുകളിൽ പോയപ്പോ കുറെ ചെറുപ്പക്കാരെ കണ്ടില്ലേ, എന്താണ് അവരുടെ അവസ്ഥയൊന്ന് പറഞ്ഞു തരൂ. അപ്പോഴാണ് ഹാത്തമുൽ അസം റളിയല്ലാഹു അൻഹു അവരെ നാട്ടിലുള്ള തഖ്വയുള്ള ഔലിയാഇന്റെ ലോകത്തെ കുറിച്ചാ സംസാരിക്കുന്നത്. അവര് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടുകളിലൊക്കെ വല്ലതും അല്ലാഹു തആലയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയാൽ ശകർനാ, ഞങ്ങൾ നന്ദിയോടെ അല്ലാഹുവിനെ ഓർക്കുന്നതാണ്. വഇൻ മുനിഅനാ, പടച്ചവൻ വല്ലതും തടഞ്ഞു വെച്ചാലോ സ്വബർനാ, ഞങ്ങൾ ക്ഷമയോടെ ഇരിക്കുന്നതാണ്. ഹാത്തമുൽ അസമിന്റെ ഒരു വർഷത്തെ റിസർച്ചിലൂടെ കിട്ടിയ റിസൾട്ടാ പറഞ്ഞത്. അല്ലാഹ് കൊടുക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടാവുന്നു, അല്ലാഹു തടഞ്ഞു വെച്ചാലോ അതിൽ സങ്കടമില്ല, ക്ഷമയുണ്ടാകുന്നു. ഉടനെ തന്നെ ശഖീഖ് തങ്ങൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ നാടാകുന്ന ബൽഖയിലുള്ള നായകളുടെ സ്വഭാവമാണ്. നായയും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എന്റെ ബൽഖയിലുള്ള നായകൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്താൽ വാലാട്ടിയിട്ട് നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കും.